ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തയുടെ കാര്യം പറയുമ്പോൾ ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. വിശുദ്ധ ലൂക്കാ രചിച്ച സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. 2 യജമാനന്മാരെ ഒരേപോലെ സേവിക്കാൻ സാധിക്കില്ല. ഒന്നിലെ ഒരുവനോട് കൂടുതൽ ഭക്തി കാണിക്കണം, മറ്റവനെ മാറ്റി നിർത്തണം. പിന്നീട് ഈശോ പറയുന്നുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത്. നീ ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ട് ദൈവത്തോട് ഭക്തി പുലർത്തിയിട്ട് നീ നിന്റേതായ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ 2 വെള്ളത്തിൽ കാല് വയ്ക്കുന്നതാണ്. അത് സാധ്യമല്ലെന്ന് ഈശോ പറയാ. നീ കൂപ്പുകുത്തി വീഴും. നിന്റെ ലക്ഷ്യം സ്വർഗമാണ്, നിന്റെ ലക്ഷ്യം ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കേണ്ടത് ഈ ദൈവത്തിന് ഇണങ്ങിയ രീതിയിലാണ്, ഈ സ്വർഗത്തിന് ഇണങ്ങിയ രീതിയിലാണ്. അവിടെ 2 ഒരേപോലെയല്ല. ഇത് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതാണ് പ്രൈം കൺസേൺ. മറ്റേത് താഴെയാണ്. പ്രൈം കൺസേൺ മുന്നിൽ നിൽക്കുമ്പോൾ ജീവിതം മുഴുവൻ അതിൽ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അങ്ങനെ പോയാൽ മാത്രമേ നിനക്ക് നിന്റെ ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ദൈവം ആഗ്രഹിക്കുക. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ഈശോയെ. ഈശോയെ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, നിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുവാന്, ബാക്കി എല്ലാത്തിനെയും തള്ളിക്കളയുവാനായിട്ട്, എല്ലാത്തിനേക്കാളും പ്രാധാന്യം നിനക്ക് കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടത് കൃപകള്, നന്മകള്, സംരക്ഷണം എല്ലാം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്ഭുതവാൻ, അതിശയവാൻ നീ